صدای غبار آلوده استدیوم ഇറാനിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിടുകയും ചെയ്തു. ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ടെഹ്റാനിലെ സൈനിക താവളത്തിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാനിലെ ആസദി സ്ക്വയറിലും ആക്രമണമുണ്ടായി. Well, I think first of all, we can look at the first 48 hours of this operation where we have pushed Iran's nuclear plan back. Before we operated, our intelligence indicated that Iran is approaching a nuclear bomb imminently. And that is something we can't accept, and we believe our operations have pushed them back, have set them back in that regard, and we're still operating. This is still an ongoing situation. We understand they're going to try and attack us. We understand there's still a way to go, but we have prepared for this. We are ready. Doesn't mean it's going to be easy or simple, but we've prepared for this and we're ready for it. We've had so far, there have been hits, sadly, to our civilians. Iran is targeting our civilians, but we've also been able to defend most of those attacks. Iran has fired many hundreds of projectiles towards Israel, both UAVs and ballistic missiles, and we've been able to intercept most of them, but no aerial defense system is 100%, and that means that some ballistic missiles are going to hit. ഇസ്രായേൽ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള ഖമേനി ഇല്ലാതായാലേ സംഘർഷം അവസാനിക്കൂ എന്ന നിലപാടിലാണ് നെതന്യാഹു. ഇറാൻ ഈ തിരിച്ചടി ചോദിച്ചു വാങ്ങുകയാണെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, ഇപ്പോൾ വരുന്ന വാർത്തകളിൽ വളരെ പ്രധാനപ്പെട്ടത് ഇസ്രായേലിന്റെ വ്യോമ സംവിധാനങ്ങളെ അല്ലെങ്കിൽ ആക്രമണങ്ങളെ ഭിന്നിപ്പിക്കാൻ, ഡോമിനെ ഭിന്നിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മറുവശത്ത് വരുന്നത് വലിയ രീതിയിൽ ജനങ്ങൾ ഇറാനിൽ നിന്ന് കൂട്ടപലായനം നടത്തുന്നു എന്നുള്ള അവസ്ഥയാണ്. ഏത് ഭാഗത്താണ് വലിയ ആഘാതമുണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിനിടയിൽ ഇതൊരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്കോ യുദ്ധത്തിലേക്ക് തന്നെയോ നീങ്ങുന്നു മിഡിൽ ഈസ്റ്റ് എന്നാണോ വിവരം? അപർണ, യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇറാനും ഇസ്രയേലും പരസ്പരം ആക്രമണവും പ്രത്യാക്രമണവും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലടക്കം ടെഹ്റാനുമേൽ വലിയ വ്യോമാക്രമണമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ചാണെങ്കിൽ ഇസ്രയേലിലേക്ക്, ടെല്ലവീവിലേക്ക് ഉടൻ ഒരു വ്യോമാക്രമണം ഉണ്ടാവാനുള്ള സാധ്യത എന്തായാലും ഇസ്രയേൽ മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം അവിടെ അപായ സൈറനുകൾ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം മുഴങ്ങിക്കഴിഞ്ഞു. ഏത് സമയവും അത്തരമൊരു ആക്രമണം ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു ആക്രമണം ഇവർ മുൻകൂട്ടി കാണുക അല്ലെങ്കിൽ അതിന്റെ സൂചനകൾ ലഭിക്കുകയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാവണം അത്തരത്തിലെ ഒരു മുൻകരുതൽ ജനങ്ങൾക്ക് നൽകിയത്. ഇസ്രയേലിനെ നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ ഇസ്രയേൽ ലോകത്ത് ഏറ്റവും വലിയ ശക്തിയാണ്, അല്ലെങ്കിൽ ഇസ്രയേലിന് ഏത് വ്യോമ പ്രതിരോധത്തെയും ആക്രമണത്തെയും പ്രതിരോധിക്കാൻ കഴിയുന്ന അയൺ ഡോം സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ അയൺ ഡോം സംവിധാനങ്ങളെ ഫലപ്രദമായി കബളിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇസ്രയേലിന്റെ മണ്ണിലേക്ക് പലതവണ മിസൈൽ ആക്രമണം നടത്തിയത്. ടെല്ലവീവിലടക്കം മിസൈലുകൾ വന്ന് പതിക്കുകയും കെട്ടിടങ്ങൾ നിലംപരിശാകുകയും അതോടൊപ്പം തന്നെ ആളുകൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായത്. ആദ്യഘട്ടത്തിൽ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതി കൂടി ഇവരിപ്പോൾ അവലംബിക്കുന്നു എന്നാണ് ഇറാന്റെ അവകാശവാദം. അത്തരം അവകാശവാദത്തിന് സ്ഥിരീകരണമില്ല. അത് ഇങ്ങനെയാണ്: ഇസ്രയേലിന്റെ അയൺ ഡോമിൽ നിന്നും ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകളെ നശിപ്പിക്കാനായി തൊടുത്തുവിടുന്ന മിസൈലുകൾ തന്നെ വീണ ഇസ്രയേലിൽ തന്നെ വീഴുന്നു എന്നുള്ളതാണ്. മറ്റ് ഇറാന്റെ മിസൈലുകളെ തകർക്കാൻ വേണ്ടി ആകാശത്തേക്ക് ഉയരുന്ന മിസൈലുകളാണ്. അത് തിരിച്ച് ഇസ്രയേൽ തന്നെ വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ വീണ് തകർന്ന ഒരു കെട്ടിടത്തിന്റെ വിഷ്വലൊക്കെ, അതിന്റെ ദൃശ്യങ്ങളൊക്കെ ആണ് എന്ന് പറഞ്ഞ് ഇറാൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ എന്തായാലും സ്ഥിരീകരണം ഉള്ള ഒരു വിഷയം ഇതാണ്: ഇസ്രയേലിന്റെ ഈ അയൺ ഡോമിനെ തകർത്തുകൊണ്ട്, അയൺ ഡോം സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ടോ തകർത്തുകൊണ്ടോ ഒക്കെ ഇസ്രയേലിലേക്ക് നിരവധി മിസൈലുകൾ വീണിട്ടുണ്ട്, നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്, നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് ഇറാന്റെ മിസൈൽ വീണ് മാത്രമാണ്
ഉണ്ടായത്. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിൽ സമർത്ഥമായ പിഴവുകൾ വരുത്താൻ അല്ലെങ്കിൽ അയൺ ഡോമിനെ കബളിപ്പിക്കുക വഴി അയൺ ഡോമിൽ നിന്നും തൊടുത്ത മിസൈലുകൾ തന്നെയാണോ ഇസ്രയേൽ വീണത് എന്നതൊക്കെ ഇനി പിന്നീട് അറിയേണ്ട കാര്യമാണ്. എന്തായാലും ആ തരത്തിലേക്കൊക്കെയുള്ള യുദ്ധത്തിന്റെ രീതി മാറിയിട്ടുണ്ട്. തുടക്കത്തിലൊന്നും ഇറാന് മേൽ ഇത്തരം ഒരു ആക്രമണം നടത്തുമ്പോൾ ഇസ്രയേൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇത്രയേറെ ദൂരെ നിൽക്കുന്ന ഒരു രാജ്യത്തിന്, ഇത്രയേറെ അകലെ 1500-2000 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഇസ്രയേലിലെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് മിസൈലുകൾ പതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര ഇറാഖിന്റെ ആകാശം മുഴുവൻ കടന്നു വേണം. ഏകദേശം 1500 കിലോമീറ്റർ വരുന്ന ആകാശം കടന്നു വേണം മിസൈലുകൾക്ക് ഇത് ഈ രാജ്യത്ത് പരസ്പരം എത്തിച്ചേരാനായിട്ട്. അങ്ങനെ എത്തിച്ചേരുന്ന സമയം കൊണ്ട് തന്നെ സ്വാഭാവികമായും അതിനെ ആകാശത്ത് വെച്ച് തന്നെ കണ്ടെത്താനും അതിനെ ആകാശത്ത് വെച്ച് തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കാനുമുള്ള സംവിധാനമുള്ള ഇസ്രയേലിന്റെ വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഈ അയൺ ഡോം എന്ന് പറയുന്നത്. ആ അയൺ ഡോം സംവിധാനത്തെയാണ് ആദ്യം ഫലപ്രദമായി കബളിപ്പിച്ചത്. 100 കണക്കിന് മിസൈലുകൾ ഒരേ സമയം അയക്കുക എന്നുള്ളതായിരുന്നു ഇറാന്റെ പരിപാടി. 100 കണക്കിന് മിസൈലുകൾ വരുമ്പോൾ ഇതിൽ എല്ലാ മിസൈലുകളെയും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനും ആ മിസൈലുകളുടെ പാത നിശ്ചയിക്കാനും മിസൈലുകളുടെ വേഗം നിശ്ചയിക്കാനും, ആകാശത്ത് നിന്ന് ഒരു മിസൈലിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മിസൈൽ എത്ര സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഐഡന്റിഫൈ ചെയ്യണം. അത് ഏത് ആംഗിളിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഏത് ആംഗിളിൽ എവിടെ വെച്ച് ഇതിൻ്റെ സ്പീഡ് നിശ്ചിത സമയം കഴിയുമ്പോൾ ഇതിൻ്റെ സ്പീഡിന് വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്പീഡ് കുറയുന്നതനുസരിച്ച് വീണ്ടും അതിൻ്റെ ആംഗിളുകൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഈ മിസൈലിൻ്റെ ആ സമയത്തെ സ്പീഡും ആംഗിളും വായുവിൻ്റെ കാറ്റിൻ്റെ ഗതി അടക്കം മറ്റ് പല ഘടകങ്ങളുമുണ്ട്. ഇതിൻ്റെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനം മാറാനുള്ള അതെല്ലാം കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത ശേഷമാണ് ഇതിലേക്ക് മറ്റൊരു മിസൈൽ തൊടുത്തുവിട്ട് ആ മിസൈലിനെ തകർക്കുക എന്ന് പറയുന്ന ഈ അയൺ ഡോം ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്നത്. അതിനെ കബളിപ്പിക്കാനായിട്ടാണ് നിരവധി മിസൈലുകൾ ഒരേ സമയം തൊടുത്തുവിടുക. സ്വാഭാവികമായും ഈ അയൺ ഡോം സംവിധാനത്തെ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ട് അതിനെ തകർത്ത് മിസൈലുകൾ പതിപ്പിക്കുക. അപ്പോഴും 100 കണക്കിന് മിസൈലുകൾ വിടുമ്പോൾ അതിൽ 10-ൽ താഴെയോ അല്ലെങ്കിൽ 10-15 മിസൈലുകൾ മാത്രമാണ് ഇസ്രയേലിന്റെ മണ്ണിൽ വീണത്. ബാക്കി മിസൈലുകളൊക്കെ അവർക്ക് ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ കഴിഞ്ഞു എന്നതുകൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ അയൺ ഡോം സംവിധാനത്തെ തകർത്തു എന്നാണ്, അല്ലെങ്കിൽ അയൺ ഡോം സംവിധാനത്തെ കബളിപ്പിച്ച് ആ മിസൈലുകൾ തന്നെ ഇവർ പ്രതിരോധത്തിന്റെ ഫലമായി വിടുന്ന മിസൈലുകൾ തന്നെ ആ രാജ്യത്ത് തന്നെ വീഴുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. പക്ഷേ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നതൊക്കെ പിന്നീട് തെളിയേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ അതിശക്തമായ ഒരു ആക്രമണത്തിലേക്കും പ്രത്യാക്രമണത്തിലേക്കും നീങ്ങുന്നു എന്നുള്ള സൂചനയാണ് വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ടെഹ്റാനിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശം മുമ്പ് അമേരിക്കയായാലും ഇസ്രയേലായാലും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ വലിയ ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായിട്ട് അവിടുത്തെ ജനങ്ങൾ ഒഴിഞ്ഞു പോകണം ഒരു നിർദ്ദേശം നൽകാറുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരി വേറൊരു രാജ്യത്തിൻ്റെ ആളുകൾ ഒഴിഞ്ഞു പോകണം, ഞങ്ങൾ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ആ തരത്തിലേക്കുള്ള ഒഴിഞ്ഞുപോക്കൊന്നും ആ രാജ്യം അംഗീകരിക്കുകയോ ചെയ്യുകയോ ചെയ്യാറില്ല. പക്ഷേ അതിനുശേഷമാണ് ഈ വലിയ ആക്രമണമൊക്കെ മുന്നോടിയായി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ചരിത്രം കൂടിയുണ്ട്. എന്നാലും ഇപ്പോഴും അങ്ങനെ ഒരു മുന്നറിയിപ്പ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ടെഹ്റാനിൽ വലിയ ആക്രമണം ഉണ്ടായത്. ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അങ്ങനെ ഒരു നിർദ്ദേശം ഞാൻ തിരികെ എത്താം കിരൺ.